ഇവർ രണ്ടുപേർക്കും ഇന്ന് രാവിലെ എനിക്ക് മെസ്സേജ് കിട്ടി ജീസസ് പറഞ്ഞു. ഞാൻ വിചാരിച്ചത് ബൈജു എഴുമണ്ണ ആ ചേട്ടൻ പറയുമ്പോൾ പുള്ളി ഹിന്ദു ആയിരിക്കണമെന്ന് വിചാരിച്ചത്. ഒരു 4 സുഹൃത്തുക്കൾ നിങ്ങളെ കുറിച്ച് നല്ലത് പറയും. ആരൊക്കെയാണെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് നല്ല പരിചയമുള്ളവരുന്നു. അപ്പോൾ ഞാൻ ഈ പ്രോഗ്രാം കണ്ടപ്പോൾ ബൈജു ചേട്ടനാണ് എന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഇതാരാണ്, എനിക്ക് അത്ര പരിചയമില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ എന്നെക്കുറിച്ച് ഭയങ്കരമായിട്ട് സംസാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ പേയ്മെൻറ്റ് പുള്ളി മേടിച്ചു കൊണ്ടുപോയി. അങ്ങനെയാണ് ആദ്യം ഞാൻ ടി വിയിൽ കാണുന്നതും. ശരിക്കും എന്നെ അത്രയും ഇഷ്ടപ്പെട്ടിട്ടാണ് പിന്നീടാണ് മനസ്സിലാക്കുന്നത് എൻ്റെ ക്യാരക്ടർ എന്താണ്, എൻ്റെ വ്യക്തിത്വം എന്താണ് മനസ്സിലാക്കിയിട്ടാണ് ആ പ്രോഗ്രാമിൽ വന്നതിനെ കുറിച്ച് സംസാരിച്ചത്. അത് ഇന്നേ വരെ ആ വാക്കുകൾ ഞാൻ മറന്നിട്ടില്ല. ആ സ്ക്രീനിൽ കണ്ട ബൈജുയോട് ശരിക്കുമുള്ള ഫ്രണ്ട്ഷിപ്പ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതുമാത്രമല്ല, ഞാനൊരു ഹിന്ദുവാണ്. ശരിക്കും ഇന്നേ വരെ ഞാൻ വിചാരിച്ചത് ബൈജു എഴുമണ്ണ ആ ചേട്ടൻ പറയുമ്പോൾ പുള്ളി ഹിന്ദു ആയിരിക്കണമെന്ന് വിചാരിച്ചത്. ശരിക്കും ക്രിസ്ത്യൻ അറിയില്ല. ഇവിടെ എത്തുമ്പോഴാണ് സെബാസ്റ്റ്യൻ ചർച്ചിന് മറ്റേ ഇത് എന്നത്. സത്യം പറയാണ്, ഇന്ന് രാവിലെ 5:45 മണിക്ക് ഞാൻ എഴുന്ന 6 മണിക്ക് ഞാൻ ചർച്ചിൽ പോയത്. അത് വല്ലപ്പോഴും ഞാൻ അങ്ങനെ ചർച്ചിൽ പോകാറുണ്ട്. ഇന്ന് ഞാൻ 6 മണിക്ക് മാലാല ചർച്ചിൽ പോയി പ്രാർത്ഥിച്ചിരുന്നു. ഇന്നത്തെ ദിവസമേ എനിക്ക് ഭയങ്കര ഐശ്വര്യമുള്ള ദിവസം. എനിക്ക് തോന്നുന്നു ഇന്ന് ഈ ജീവിതം തുടങ്ങുന്ന ഇവർ രണ്ടുപേർക്കും ഇന്ന് രാവിലെ എനിക്ക് മെസ്സേജ് കിട്ടി. ജീസസ് പറഞ്ഞു, നിങ്ങളുടെ ജീവിതം അടിപൊളിയായി. മനസ്സാരെ പ്രശ്നം, മനസ്സാരെ പ്രശ്നം. എനിക്ക് ഇൻഫർമേഷൻ വെളുപ്പിനെ കിട്ടി. ഇനി നിങ്ങൾക്ക് ജീവിതം മുഴുവൻ കിട്ടും, ഐശ്വര്യം കിട്ടും. പിന്നെ ഒരു വാക്കുകൂടെ പറഞ്ഞേ പറ്റും. ഈ വേദിയിൽ ഡാഡിക്ക് കൈയടി കിട്ടിയില്ലെന്ന് പറഞ്ഞു. ഇപ്പം കിട്ടും, ഇപ്പം കിട്ടും. ഇദ്ദേഹം കാണുമ്പോൾ മനസാക്ഷി തൊട്ട് നിങ്ങൾ പറയും, യാരാണ് യൂത്ത്? ഈ ബൈജു അങ്കിളാണോ ഡാഡി യൂത്താണോ? സത്യത്തിൽ നിങ്ങളാണ് ഈ വേദിയിൽ യൂത്ത്. ഇവിടെ നിറച്ചുപോയി, കാര്യത്തെ നിറച്ചുപോയി. ഓക്കെ, എന്തായാലും ഇങ്ങനെ ഒരു കുടുംബത്തില് ഈ ഒരു വേദിയിലെ ഒരു കുടുംബമായിട്ട് എന്നെയും ക്ഷണിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. നന്നായി ജീവിക്കണം. താങ്ക് യു. ലിസ്റ്റിൻ സ്റ്റീഫൻ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട